ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്ന ഒരാളെ സംബന്ധിച്ചും അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് വിജയകുമാരിയമ്മ എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ മത്സര പരീക്ഷകൾ ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കമ്പറ്റീറ്റീവ് ആവുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പലർക്കും പല മത്സര പരീക്ഷകളും ഒന്നിലധികം തവണ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിൽ പലരും കരുതുന്നത് ലേണിംഗ് എന്നുള്ളത് ജോലി കിട്ടുന്നത് വരെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എന്നുള്ളതാണ്. ഒരു ജോലി ചെയ്തു, 32 വർഷത്തോളം ആ ജോലി ചെയ്തു, അത് റിട്ടയർ ആയതിനു ശേഷവും ലേണിംഗ് ഒരു പാഷനായിക്കൊണ്ട് ഈ 67ാമത്തെ വയസ്സിലും UGC നെറ്റ് എക്സാമിന് വീണ്ടും 6 തവണ അറ്റംപ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് വിജയകുമാരിയമ്മ. എന്തുകൊണ്ടാണ് വിജയകുമാരിയമ്മ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് പോലെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കേൾക്കാം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആദ്യം വിജയകുമാരിയമ്മ ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എൻ്റെ പേര് വിജയകുമാരി. ഞാൻ മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറി പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആക്കിയ ഒരാളാണ്. എനിക്ക് 50 വർഷമായി റിട്ടയർമെൻ്റായിട്ട്. എൻ്റെ ഫാഷൻ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ്. എനിക്ക് എത്ര പഠിച്ചാലും മടുപ്പില്ലാത്ത ഒരു സംഭവം പഠനം മാത്രമാണ്. വേറെ ഒന്നിലും എനിക്ക് കാര്യമായ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഫുൾ ടൈം ഓരോ കാര്യങ്ങളും എന്തറിവ് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെയൊക്കെ ചാടി വീണ് പഠിക്കുക എന്നുള്ളത് ആദ്യം മുതലേ ഒരു ഹാബിറ്റാണ്. അങ്ങനെ ഞാൻ MA സൈക്കോളജി കഴിഞ്ഞതിന് ശേഷം അതിൽ എനിക്ക് വീരാൻ വേണ്ടി ഇങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് അഭികാമ്യമാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എയ്ഫർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അവിടെ പഠനം തുടങ്ങി. ഓരോ വർഷവും സ്കോറിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് കൊണ്ട് ഞാനത് മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ 6 തവണ എഴുതി. ഇതിനിടയിൽ 2021 എൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കി എയ്ഫർ എനിക്ക് അപ്രീഷ്യ മീറ്റിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു ഓഫർ തന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവും വലിയൊരു അപ്രീഷിയേഷനുമായിട്ട് ഞാൻ ഇന്നും കാണുകയാണ്. അതിലെ CEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹൃദയവുമായി എത്രയധികം ബന്ധപ്പെട്ട അഭേദ്യമായ ഉള്ളൊരു വ്യക്തിയായിട്ട് ഞാൻ അദ്ദേഹത്തെ എന്നും കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഓരോ സ്റ്റാഫ് അംഗങ്ങളും, ടീച്ചർ പ്രഖാൻ സാർ, അതുപോലെ ഹിബ മിസ്, ഏത് ഫാക്കൽറ്റീസ് ആണെങ്കിലും ഏത് സമയം എനിക്ക് ഡൗട്ട് ക്ലിയറൻസിനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വോയിസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കോള് അറ്റൻഡ് ചെയ്യാത്ത ഒരു സന്ദർഭം എനിക്ക് ഇവിടെ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാനും ഇനിയും നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതിൻ്റെ അതീവ ഒരു ഫാഷനുമായിട്ട് ഈ 67 വയസ്സിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. എനിക്കത് ക്വാളിഫൈ ചെയ്യാൻ കഴിയും എന്നത് തന്നെയാണ് എൻ്റെ ഉത്തമ വിശ്വാസം. ലോ അട്രാക്ഷനും എൻ്റെ ഫാഷനും എൻ്റെ ആഗ്രഹവും എന്നെ അതിലേക്ക് നയിക്കും എന്ന് ഞാൻ ആദ്യമായി വിശ്വസിക്കും. ഓക്കെ, നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളും പഠനത്തെ കാണുന്നത് കേവലം ഒരു ജോലിക്കും ആ ജോലിക്ക് ശേഷമുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകളും ഒരു 25-30 വയസ്സ് വരെ മാത്രമാണ് ഒരു സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. ആ ഒരു പഠനം തന്നെ അവർക്ക് ജോലി കിട്ടിയാൽ അതോടുകൂടി ആ പഠനം തീരുന്നു. പിന്നെ ജീവിതകാലം മുഴുവൻ ആ ജോലി മേ ബി നല്ലൊരു ഗവൺമെൻറ് പെർമനൻറ്റ് ജോബൊക്കെ ആണെങ്കിൽ ആ ജോബിൻ്റെ പെൻഷൻ, അത്തരത്തിലുള്ള രീതിയിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ലേണിംഗ് എന്നുള്ളത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പലരും മനസ്സിലാക്കിയിട്ടുള്ളവരും ചെയ്യുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം ഏജ് ആയിട്ടും അല്ലെങ്കിൽ പഠനം ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠനം എങ്ങനെയാണ് ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് തോന്നുന്നത്? ഞാൻ ആദ്യം മുതൽ കാണുന്നത് ഒരു പഠനം എന്നുള്ളത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സായിട്ടാണ്. കാരണം നമുക്ക് നമ്മുടെ അറിവുകൾ വളർത്തിയെടുക്കാനും നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിലുള്ളതിനേക്കാൾ എത്രയോ മേഖലകളിലുള്ള അറിവുകളുമായിട്ട് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കുറേ അറിവുകൾ നേടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ ആൾഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ 80 വയസ്സാകുമ്പോൾ വരുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പഠനം വളരെ ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു ഫുഡാണത് പഠനം എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ലൈഫ് ലോങ് പഠിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ പാഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് എല്ലാവർക്കും തരാനുള്ള ഒരു മെസ്സേജാണ്. അപ്പം അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്
പഠിക്കുക എന്നുള്ളത് ഏത് പ്രായത്തിലും പറ്റുമെന്നില്ല. പഠിക്കുക എന്നുള്ളത് വളരെ ചെറിയ കുട്ടികൾക്ക് ഒരു 10, 20, 25 വയസ്സ് വരെയൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. എനിക്ക് നമ്മൾ എസ്പെഷ്യലി UGC നെറ്റിനൊക്കെ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റില്ല, നമുക്കൊന്നും തീരെ ഓർമ്മയിൽ നിൽക്കില്ല, നമുക്കൊന്നും മുമ്പുള്ള അത്ര ഇൻ്റലിജൻസ് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ പലരും പറയാറുണ്ട്. അതായത് പലരും പഠനത്തെ പ്രായവുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാറുണ്ട്. അപ്പം അതേസമയം 67 വയസ്സായിട്ട് വിജയകുമാരിയമ്മ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പഠനവും പ്രായവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് മെമ്മറിയിലൊന്നും കാര്യമായിട്ടൊരു പ്രശ്നം തോന്നുന്നില്ല. പഠിച്ചതൊക്കെ ഓർമ്മയിലിരിക്കുന്നതും ഒരു ക്ലാസ്സുകൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ പോലും എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ അത് പറയുകയാണെങ്കിൽ ഓരോ എക്സാമിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് തന്നെ നമ്മുടെ മെമ്മറിയെയും പഠനത്തെയും ബാധിച്ചിട്ടില്ല എന്നുള്ളതും നമുക്ക് ലൈഫ് ലോങ് പഠിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇതിൽ തന്നെ ആളുകൾ പറയുന്നതാണ് ചില നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇപ്പം മാത്മെറ്റിക്കൽ റീസണിങ്, ഡേറ്റ ലോജിക്കൽ പോലെയുള്ള ചില സംഭവങ്ങളുണ്ട്. ഇതൊക്കെ പലരും പറയുന്നതാണ്. നമ്മൾ ഈ ഒരു ഇനി നിങ്ങൾക്ക് പഠിച്ചുകൂടെ, ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾക്ക് പഠിച്ചുകൂടെ, പഠിച്ചൊരു ജോലിക്കൊക്കെ പോയിക്കൂടെ എന്നുള്ളതൊക്കെ പറയുന്ന സമയത്ത് അതൊന്നും പഠിച്ചാൽ എൻ്റെ തലയിൽ കയറില്ല, ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് മാത്സ് ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല അത്തരത്തിലുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ട്? അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ആദ്യം പഠിച്ചത് SLC വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം മാരേജ് കഴിഞ്ഞതിന് ശേഷം ഈ ഡിഗ്രി എടുത്തത് 73 SLC കഴിഞ്ഞു. ഡിഗ്രി എടുത്തത് 90-93 കാലഘട്ടത്തിലാണ്. പിന്നെ സൈക്കോളജി എടുത്തത് 2010 പിന്നെ ഞാൻ നെറ്റിന് പഠിക്കാൻ തുടങ്ങിയത് 2017 മുതലാണ്. അപ്പം ഇങ്ങനെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ കൂടി എനിക്ക് പഠനത്തെ അത് കാര്യമായിട്ട് ബാധിച്ചതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഏജ് ഈസ് നോട്ട് എ മാറ്റർ എങ്കിലും. ഓക്കെ, ഇതിലിപ്പം പലർക്കും അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് ഈ നെറ്റ് എക്സാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ എസ്പെഷ്യലി നമ്മൾ കുറച്ചുകൂടി ഏജ് കുറഞ്ഞിട്ടുള്ള ഒരു 20കളിലും 30കളിലൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ച്. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും കാണാറുണ്ട് അവർ 1-2 എക്സാം എഴുതുകയും അതിനുശേഷം അവർ ക്വാളിഫൈ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പം അവർ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ആ എക്സാം തന്നെ നിർത്തുന്നത് തന്നെ നമുക്ക് കാണാറുണ്ട്. അതേസമയം വിജയകുമാരിയമ്മയെ സംബന്ധിച്ച് ഇനി നെറ്റ് എക്സാം എന്നുള്ളത് കൊണ്ട് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു, റിട്ടയേർഡ് ആണ്, ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആണ്. ഓക്കെ, അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ 1-2 തവണ എഴുതിയിട്ടും വളരെ നല്ല പ്രായത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ആളുകൾക്ക് പോലും അവരുടെ മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റാത്ത ഈ ഒരു സാഹചര്യത്തിൽ 67 വയസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന 1956 ജനിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ അതേ പ്രായമുള്ള വിജയകുമാരിയമ്മയ്ക്ക് എങ്ങനെയാണ് ഈ ഒരു വയസ്സിലും ആ ഒരു പഠിക്കാനും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാനുമുള്ള മോട്ടിവേഷൻ നിലനിർത്താൻ സാധിക്കുന്നത്? നമുക്ക് ഓരോന്നിനോട് പാഷൻ ഉണ്ടാവും. ഇപ്പം ലേണിങ് എന്നുള്ളത് എൻ്റെ ഒരു പാഷനാണ്. എനിക്ക് എത്ര പഠിച്ചാലും ഒരു മടുക്ക് വരാത്തൊരു സംഭവമാണ്. അപ്പോൾ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെവർ ഗീവ് അപ്പ്. 1-2 തവണ നമ്മൾ ട്രൈ ചെയ്തിട്ട് അവിടെ നമ്മൾ നിർത്തി പോകരുത്. നമ്മളത് കിട്ടുക എന്നുള്ളത് നമ്മളെ ലക്ഷ്യമാണ്. അതിലേക്ക് എത്തുന്നത് വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്ന് തന്നെയാണ്. നമ്മൾ കേരളത്തിലെ പൊതുവെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിട്ടും സ്ത്രീകളുടെ പഠനത്തെ ബാധിക്കുന്നു. ഇപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അവരുടെ പഠനത്തിനൊരു ബ്ലോക്കായിട്ട് വരുന്നത് അവരുടെ ഒരു ഫാമിലി റിലേറ്റഡ് ആസ്പെക്റ്റുകളാണ്. അതായത് പലപ്പോഴും മക്കളെ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെയാണ്. അപ്പോൾ അവർ പലരും പറയുന്നൊരു കേസാണ്, ഞാനിപ്പോൾ പഠിക്കാൻ പോകണമെങ്കിൽ ഈ സമയത്ത് എൻ്റെ മക്കളെ പ്രോപ്പർലി നോക്കാൻ പറ്റില്ല, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. ഇനി വീട്ടിലെ കാര്യങ്ങൾ മക്കളെ നോക്കി നിൽക്കുകയാണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് വിജയകുമാരിയമ്മയുടെ 3 മക്കളും അത്യാവശ്യം നല്ല അക്കാഡമിക്കലി ബ്രില്യൻ പൊസിഷനിലാണുള്ളത്. അതോടൊപ്പം തന്നെ വിജയകുമാരിയമ്മക്കും സ്വന്തമായിട്ട് പഠിക്കാനും ജോലി ലഭിക്കാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനുള്ളൊരു സാധ്യത. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്? അതായത് ഞാൻ പഠിക്കുകയാണോ വേണ്ടത്, ഞാൻ മക്കൾക്ക് പ്രയോറിറ്റി കൊടുക്കുകയാണോ വേണ്ടത്, എവിടെയാണ് അതിൻ്റെ ബാലൻസ് എന്നുള്ളത് കൺഫ്യൂഷനിൽ ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്തുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഓരോ ദിവസവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ടൈം ടേബിൾ ടു ഡു ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ച് നാളെ എൻ്റെ
അറേഞ്ച് ചെയ്യാമെങ്കിൽ നമുക്ക് കുട്ടികളെയും കെയർ ചെയ്യാൻ പറ്റും, ഹസ്ബൻഡിനെയും കെയർ ചെയ്യാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനും പറ്റും. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് സെൽഫ് ലവ് ആണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു രീതിയോടെ മുന്നോട്ട് പോയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയായിട്ട് നടക്കും എന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ പറയാനുള്ളത്. ഇതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കേസാണ്, നമ്മുടെ നാട്ടിലെ കൂടുതൽ ആളുകളും ഒരു പോസ്റ്റ് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ജീവിതത്തിൻ്റെ അവസാനം പോലെയാണ് കാണുന്നത്. അതായത് റിട്ടയർമെൻ്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതം കഴിഞ്ഞു, ഇനിയുള്ളത് നമ്മളെ ടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പേരമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നോക്കി നടക്കുക, ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, എന്നിട്ട് ഇങ്ങനെ ക്രമേണ നമ്മുടെ കഥയുടെ അവസാനത്തിലേക്ക് പോവുക എന്നുള്ളതൊക്കെയാണ് പലരുടെയും അവരുടെയും ഒരു രീതി, അല്ലെങ്കിൽ അവരുടെയും ഒരു ടേക്ക് എന്നുള്ളത്. പക്ഷെ ഇതിൽ നിന്ന് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് റിട്ടയർമെൻറ്റിന് ശേഷം പുതിയൊരു ജീവിതമാണ് പഠനവുമായി സംബന്ധിച്ചിട്ട് വിജു മാരിയമ്മ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് അല്ലെങ്കിൽ ആ ഒരു ടേക്കിൽ വിജു മാരിയമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് സാധാരണ എന്തെങ്കിലും നമ്മൾ ലേറ്റ് ഹാർഡ് ഔട്ട്പുട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനോടും ഒരു വിഡ്രോവൽ വരും. പക്ഷേ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സമയമാണ്. നമ്മളിപ്പോൾ 3 ആയി, റിട്ടയർമെൻ്റായി, നാളെ ലൈഫ് എല്ലാം ക്ലിയറാണ്. അപ്പോൾ നമുക്ക് നമ്മളേതായ സമയം യൂസ് ചെയ്യാൻ ധാരാളം സമയങ്ങളുണ്ട്. നമ്മൾ എന്തായി തീരണം എന്ന് ഇവിടെ വച്ച് നമുക്ക് തീരുമാനിക്കാം. അതിലേക്ക് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഹാർഡ് വർക്കിലൂടെ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഈ ഫാഷൻ നമ്മളുടെ ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഏതാണ് ഫാഷൻ, നമ്മൾ ഏരിയ കണ്ടുപിടിച്ചുകൊണ്ട് അതിലൂടെ നമുക്ക് മുന്നോട്ട് പോയാൽ എന്തായാലും നമ്മുടെ ഗോള് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സ്റ്റുഡൻസിന് തന്നെ പലരും പറയുന്ന ഒരു കേസാണ്, അവർക്കിപ്പം 1-2 മക്കളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിനി പഠിക്കാൻ തുടങ്ങുമ്പം ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി നമ്മളെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ നമ്മളെക്കാൾ 5-10 വയസ്സോ ഇളയ ആളുകളാണുള്ളത്. അപ്പോൾ അവരുടെ കൂടെ നമുക്കൊരു റാപ്പോ കിട്ടില്ല, അവരുടെ കൂടെ പഠിക്കാനൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു കൺസേൺ കൊണ്ട് പലപ്പോഴും ഇതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുന്ന ആളുകളുണ്ട്. അതേസമയം എനിക്ക് തോന്നുന്നു വിജു മാരിയമ്മയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, കൂടെ പഠിക്കുന്നവരെന്ന് പറയുന്നത് മക്കളെക്കാളേറെ പ്രായം കുറഞ്ഞ ആളുകളായിരിക്കാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് പഠനം എന്നുള്ള പ്രോസസ്സിൽ 67 വയസ്സായ വിജു മാരിയമ്മ 20, 25, 30 വയസ്സായ ആളുകളെ കൂടെ ഒരുമിച്ച് പഠിക്കുമ്പോൾ, ഒരു ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് എന്താണ് പറയാനുള്ളത്, ആ ഒരു കൺഫ്യൂഷനുള്ള ആളുകളോട്? ഇത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഈ കുട്ടികളെയൊക്കെ കാണുന്നത് എൻ്റെ ഏജിൽ അവരുടെ ക്ലാസ്മേറ്റായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഏജിൻ്റെ അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഞാൻ സാധാരണ നമ്മുടെ സഹപാഠികളോട് എങ്ങനെ സംസാരിക്കണോ, എങ്ങനെ പെരുമാറണോ, എങ്ങനെ ഡൗട്ട് ചെയ്യണോ, അതേപോലെ തന്നെ എൻ്റെ പ്രായത്തിനെ ഞാൻ സ്മരിക്കാതെ തന്നെ അവരുടെ ഏജിലേക്ക് ഞാൻ മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരോടൊപ്പം കൂടിച്ചേർന്നുകൊണ്ട് ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നു, എനിക്ക് പഠിക്കാൻ കഴിയുന്നു. എനിക്ക് തോന്നുന്നു 1970-കളിലാണ് SSLC കഴിഞ്ഞതെന്ന് തോന്നുന്നു. ഓക്കെ, 1973 SSLC കഴിഞ്ഞിട്ടുള്ളത്. പലരും പല പഠന സംബന്ധമായ കാര്യങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, മുമ്പ് ഒരു 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം മുമ്പുള്ള പഠനം പോലെ ഒന്നുമല്ല ഇന്നത്തെ പഠനമൊക്കെ എൻ്റർലി വ്യത്യാസമാണ്. ഓക്കെ, അന്ന് വേറൊരു ടൈപ്പ് ഓഫ് പഠനമായിരുന്നു എന്നുള്ളതൊക്കെ. പക്ഷേ വിജു മാരിയമ്മ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു 50 വർഷം മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കും. പഠനം എന്നുള്ള പ്രോസസ്സിൽ, ലേണിംഗ് എന്നുള്ളതിൽ, വിജ്ഞാനം സമ്പാദിക്കുക എന്നുള്ളതിൽ വളരെ കാതലായ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നത്, ഡെഫിനറ്റ്ലി മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള ചെറിയ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. സ്പെഷ്യലി അങ്ങനെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ആ കാലത്ത് SLC പാസ്സാവുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേനേക്കാളും കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം കാര്യമായ ഒരു പഠനത്തിന് എക്സ്ട്രാ നമുക്ക് സൗകര്യങ്ങളൊന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല. ഈവൻ ഡിക്ഷണറി ഉണ്ടായിരുന്നില്ല, ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം. ഡൗട്ട് ക്ലിയറൻസിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. എല്ലാ വിഷയങ്ങളും ഇൻഡിവിജ്വലായിട്ട് പാസ്സാകണം എന്നൊക്കെയുള്ള വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഇന്ന് അങ്ങനെയല്ല, നമുക്ക് എല്ലാം പഠന സൗകര്യങ്ങൾ ഡിജിറ്റലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഏജാകുമ്പോൾ ആ ഡിജിറ്റലൈസേഷനുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പഠനം നമുക്ക് വളരെ ഇൻട്രസ്റ്റോടുകൂടി ഇന്നത്തെ ഒരു ആധുനിക രീതിയിലൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ രീതിയിലേക്ക് എനിക്ക് സാധിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും കഴിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
ഇതിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ ഉള്ള അടുത്തൊരു കൺഫ്യൂഷനാണ്, ഇവർ PG പഠിച്ചു, PG പഠിച്ച് കഴിഞ്ഞിട്ട് പലരും കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ആയി, ഒരു 4, 5, 6 കൊല്ലമൊക്കെ അവർ ബ്രേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഈ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠനത്തിലേക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെ പറയാറുണ്ട്. ഞാനൊരു വലിയ ബ്രേക്കിന് ശേഷമാണ് വരുന്നത്, ഇനി എന്നെക്കൊണ്ട് അത് പോസിബിൾ ആവില്ല എന്നുള്ളത് എനിക്കറിയില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്, ബ്രേക്കാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് വിജയകുമാരിയും ഏകദേശം പഠിച്ച ഒരു ജോലിക്ക് കയറി 35 വർഷത്തെ ബ്രേക്കിന് ശേഷമാണ് വീണ്ടും ഒരു സീരിയസ് ആയിട്ടൊരു മത്സര പരീക്ഷ എന്നുള്ളത്, തീർച്ചയായിട്ടും എല്ലാ വർഷങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഒരു മത്സര പരീക്ഷ എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ജീവിതത്തിലെ വ്യത്യസ്ത സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് പഠന രീതിയിൽ വരുന്ന ഈ ബ്രേക്കുകൾ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കൺസേൺ ആയിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടൊരു ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, അവിടെ കുറച്ച് ബ്രേക്ക് വന്നിട്ടുണ്ടല്ലോ. പക്ഷേ ഒരു 2-3 മാസത്തെ നമ്മളുടെ സ്റ്റഡി കൊണ്ട് തന്നെ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബ്രേക്ക് ഡൗൺ വരുന്നത് ഒരു ഇഷ്യൂ അല്ല അവിടെ പഠനത്തിൽ എന്നുള്ളതാണ് എനിക്ക് പറയാൻ. നമ്മുടെ സ്റ്റുഡൻസിൽ തന്നെ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമായിട്ട് റിലേറ്റഡ് ആയിട്ടാണുള്ളത്. 1, 2 തവണ എഴുതും, ചിലപ്പോൾ ഒരു 3 തവണയും കൂടി എഴുതും, അവർക്ക് പ്രതീക്ഷ മാർക്ക് കിട്ടില്ല, അവർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അവർ ക്വാളിഫൈ ചെയ്യില്ല. ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്, ഓക്കെ, ഡെഫിനറ്റ്ലി അവർ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഈ അറ്റംപ്റ്റ് നിർത്തുന്ന ആളുകൾ പലപ്പോഴും നമുക്കൊക്കെ മെസ്സേജ് വരാറുണ്ട്, മാഷെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യോ, എന്താണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല എന്നുള്ളത്. അപ്പം ഈ ഒരു പ്രായത്തിൽ നിങ്ങളിപ്പോൾ 6 തവണ നെറ്റ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതിൻ്റെ അടുത്തെത്തിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം എങ്ങനെയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്നത്? അല്ലെങ്കിൽ 1, 2, 3 തവണ എക്സാം ക്വാളിഫൈ ചെയ്തിട്ട് ഡീമോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തണോ എന്നൊക്കെ തോന്നുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജയിക്കാനുള്ള ഒരു വലിയൊരു വിജയം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നെവർ ഗീവ് അപ്പ്. കാരണം ഒരു പട്ടി ഓടണ കണ്ടിട്ട് നമ്മളെ അതിൻ്റെ പുറകെ ഓടി, പക്ഷെ നമ്മളെല്ലാം കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പുറകോട്ട് വന്നു. പക്ഷെ ആ മുന്നിലോടിയ പട്ടി തളരാതെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക്, അതിനൊരിതേ കിട്ടുക എന്ന ലക്ഷ്യത്തിലേക്ക് ഓടി അടുത്തുകയും അവരെ ലക്ഷ്യം പ്രാപിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പിന്തിരിഞ്ഞോടാതെ മുന്നിലുള്ള നമ്മളെ ലക്ഷ്യം എന്താണോ അത് നോക്കി ആ ലക്ഷ്യം പ്രാപിക്കാനായിട്ടുള്ള ഒരു ഇന്നർ തോട്ട്, നമ്മളെ അതിയായ ആഗ്രഹം, നമ്മുടെ ഒരു പാഷൻ അത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കിട്ടുകയില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഇല്ലാതെ മുന്നോട്ട് പോയാൽ എന്തായാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. യുവരെയും ഒരു 50 വർഷം മുമ്പത്തെ ഒരു ഓഫ്ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓൺലൈനും രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മുമ്പ് നിങ്ങൾ പറഞ്ഞെങ്കിൽ പോലും ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മാറ്റമാണെങ്കിൽ പോലും ഒരു തലമുറയ്ക്ക് ഇത് അഡോപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടോ? അതായത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പല ആളുകളും പറയാറുണ്ട്, നമ്മളെ സ്റ്റുഡൻസൊക്കെ, ഞാൻ പഠിച്ച കാലത്തൊക്കെ ഫുള്ള് ഫിസിക്കൽ പുസ്തകമായിരുന്നു, അങ്ങനെ ആയിരുന്നു, എനിക്ക് അങ്ങനെ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ, എനിക്ക് തിരിച്ചൊരു ഓൺലൈനിലേക്ക് എനിക്ക് പറ്റില്ല, എൻ്റെ മക്കൾക്ക് പറ്റുമായിരിക്കും. പക്ഷെ 50 വർഷം മുമ്പ് ഒരു ഓഫ്ലൈനായിട്ട് നിങ്ങൾ പഠിച്ചു, ഇപ്പം നിങ്ങളൊരു ഓൺലൈൻ ഡിജിറ്റൽ മീഡിയാസ് ഉപയോഗിച്ച് പഠിക്കുന്നു. ആ ഒരു ട്രാൻസിഷൻ, അതിൽ നിന്നുള്ള ഒരു മാറ്റം എത്രത്തോളം ബുദ്ധിമുട്ടാണ്, ഇനി അതുമല്ലെങ്കിൽ ആ മാറ്റം ബുദ്ധിമുട്ടാണെന്ന് കരുതുന്ന ആളുകളോട് അതെങ്ങനെ കവർ ചെയ്യണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പം 2 രീതിയിൽ പഠിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് ഈ ഓഫ്ലൈനിലേക്ക് മാറുമ്പോൾ ഒരുപാട് ബെനിഫിഷ്യൻസ് ഉണ്ട് നമുക്കതിൽ. എന്താ വെച്ചാൽ, പിന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാം, നമ്മൾ വീട്ടിലെ ജോലി ചെയ്യാം, നമ്മൾ കുട്ടികളെ നോക്കാം, പുറത്ത് പോണ സമയം നമുക്ക് ലാഭമാണ്. അപ്പോൾ ഓൺലൈനിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് ടൈം സേവിങ് നടക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ സൗകര്യപ്രദമായ സമയത്ത് നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ ഓൺലൈൻ സമ്പ്രദായത്തിലൂടെ. അതുപോലെ നമുക്ക് ഡൗട്ടുകൾ ഇപ്പം ഒക്കെ ഡിജിറ്റലായിട്ട് സെർച്ച് ചെയ്തിട്ട് ഡൗട്ടുകൾ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓൺലൈൻ എന്നുള്ളൊരു സമ്പ്രദായം വളരെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആദ്യത്തേനേക്കാളും കൂടുതൽ. ഇപ്പോൾ ഇതിലിപ്പം നിങ്ങൾ ഒരുപാട് ബ്രേക്ക് എടുത്തതിന് ശേഷം പഠിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുമ്പ് പഠിച്ചതിനേക്കാളേറെ വളരെ ഒരു സ്ക്രാച്ചിൽ നിന്ന്, വളരെ ബേസിക് ആസ്പെക്റ്റിൽ നിന്ന് പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് PG പഠിക്കുന്ന കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റും, PG കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാൻ പറ്റും, ബ്രേക്കിന് ശേഷം എഴുതാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും അത് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെ ഈ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇത് നല്ലത്, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ഒന്നുകൂടി നന്നാവും, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ്
പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റഡി ഈ ടൈമിൽ തന്നെ നമ്മൾ നെറ്റിലേക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും അതിന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആവുകയും. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പൂർണ്ണമായിട്ടും ഫുള്ള് മത്സര പരീക്ഷകളാണ് മുമ്പുള്ള നിന്നൊരു വ്യത്യാസമായിട്ട്. അപ്പം ഇതിൽ ഒരു കോച്ചിങ്ങിൻ്റെ പ്രസക്തി എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കോച്ചിങ് നമുക്ക് അത്യാവശ്യമാണ്. അത് ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 1-2 പ്ലാറ്റ്ഫോമിലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. അവിടെ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഒരു ടീച്ചിങ് നടത്തുന്ന ഒരു സ്ഥാപനമായിട്ട് എഫറിനെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവിടെ 1000-ലധികം സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. അതിന് ഒരു 30% എബോവ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, JRF ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇവർ വളരെ നമ്മളോട് ഫ്രണ്ട്ലി ഉള്ളൊരു അപ്രോച്ചാണ്. അതെനിക്ക് ഏറ്റവും വളരെ ഇഷ്ടമായി. അതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു സ്ഥാപനം എയ്ഫർ തന്നെയാണ് എന്നാണ് എൻ്റെ. നമ്മൾ എയ്ഫറിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചേഴ്സാണ് ഒരു ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അതിനെക്കുറിച്ചുള്ളൊരു ടേക്ക് എന്താണ്? എനിക്ക് നല്ലൊരു അഭിപ്രായമാണ് ഹാപ്പിനെസ് ഓഫീസർ. കാരണം നമ്മുടെ കൈയിൻ്റെ അടുത്ത് തന്നെയാണ് അവരുള്ളത്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അവരെ വിളിക്കാം, വോയിസിലൂടെ അറിയിക്കാം. അതിന് ഒരു മറുപടിയായിട്ട് നമ്മളെ അടുത്തവർ തന്നെ നമ്മളത് വളരെ സപ്പോർട്ടീവായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ്. നമുക്കൊരാളുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ ഫീലിങ്സ് ഷെയർ ചെയ്യാൻ ഏത് സമയത്തും ഒരാൾ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ശരിക്കും RTOS ഓഫീസറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വളരെ ഒരു നല്ലൊരു സമ്പ്രദായം തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അത് വേണ്ടത് തന്നെയാണ്. അതിവിടെ എഫറിൽ കിട്ടുന്നുണ്ട് എന്നതും ഞാൻ ഇത്തരം അവസരത്തിനോട് അറിയിക്കുകയാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നിങ്ങളൊരു പരീക്ഷയ്ക്ക് കോച്ചിങ് തരും. ആ കോച്ചിങ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുമായിട്ട് അത്ര കോൺടാക്റ്റ് ഉണ്ടാവണമെന്നില്ല. തിരിച്ച് നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വീണ്ടും ഒരു ആക്സസിന് വളരെ ബുദ്ധിമുട്ടാവാറുണ്ട്. അതേസമയം നിങ്ങൾ കഴിഞ്ഞ 3-4 എക്സാമുകളോളമായി എയ്ഫറിനോടൊപ്പമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരോ പരീക്ഷ കഴിഞ്ഞിട്ടും അടുത്ത പരീക്ഷ വീണ്ടും എഴുതുന്നു എന്നുള്ളൊരു പ്രോസസ്സ് വരുമ്പോൾ ഉള്ള എയ്ഫറിൻ്റെ ഒരു ടേക്ക് എന്തായിരുന്നു? അതിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? എയ്ഫറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് വന്നു കഴിഞ്ഞാലിപ്പം CEO ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ സാറ് എപ്പോഴും എന്നോട് നല്ലൊരു മോട്ടിവേഷനാണ് തരാറുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞു, പഠിച്ചാൽ അത് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് തരുന്നത് കൊണ്ടും, അതുപോലെ എനിക്ക് ഫ്രീ ആയിട്ട് ഏത് സമയത്തും അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ, ഡൗട്ട് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ചെയ്തു തരുന്നതുകൊണ്ടും ഞാൻ ഈ സ്ഥാപനത്തെയും ഇതിൻ്റെ സിയെയും വളരെ ബഹുമാനത്തോടുകൂടി, വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ ഹൃദയത്തിൽ ഏറ്റിരിക്കുകയാണ്. അത് എനിക്ക് വളരെ ഒരു ഇഷ്ടപ്പെട്ട സ്ഥാപനമായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അവസാനമായിട്ട് എയ്ഫറുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ എയ്ഫറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് പറയുന്നൊരു സാധനം, എയ്ഫർ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഇപ്പം CEO ഉൾപ്പെടെ നടത്തുന്ന മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട്, പോഡ്കാസ്റ്റുകളൊക്കെ പോലെയുള്ള. ആ മീറ്റിങ്ങുകളൊക്കെ ഒരു ഉപകാരപ്പെടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സാധാരണ നമ്മൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ട് പറയാറുള്ളത് പ്രിപ്പറേഷനെ കുറിച്ചും ഇപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വന്നാലും എക്സാമിൻ്റെ ആൻസർ കീ വന്നാലൊക്കെ ഉള്ള മീറ്റിങ്ങുകളാണ്. അതിൽ പങ്കെടുത്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്? സാധാരണ ഒരു CEO എക്സാം ആകുമ്പോൾ പോഡ്കാസ്റ്റുകൾ ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സ്ട്രെസ് റിലീഫായിട്ടുള്ളൊരു മെത്തേഡിലൂടെ സാർ വളരെ കാഷ്വലായിട്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കാറ്. അത് സ്റ്റുഡൻസിന് വളരെ ഉപകാരപ്രദമാണ്. ആ സാറിൻ്റെ ടോക്കിൻ്റെ രീതി, കാരണം നമ്മളൊരു ഫ്രണ്ടിനെ അപ്രോച്ചാണ് സാർ എപ്പോഴും ചെയ്യും. സാർ ഒരു സിംഗോ എന്നുള്ള രീതിയിൽ നമ്മളോട് പറയുന്നത്, നമ്മുടെ കൂട്ടുകാർ, നമ്മളോടൊപ്പം പഠിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ വളരെ ഫ്രീ ആയിട്ട് നമ്മളെ സ്ട്രെസ് റിലീസ് ചെയ്തുകൊണ്ടുള്ള പോഡ്കാസ്റ്റിങ്ങും അതുപോലെയുള്ള മീറ്റിങ്ങുകളും നമുക്ക് വളരെ ഒരു ഉപകാരപ്രദമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട്. അവസാനമായിട്ട് എയ്ഫറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഡിസ്കഷൻ ക്ലബ്ബുകൾ എന്നുള്ളത്. ഡിസ്കഷനായിട്ട് പഠിക്കുക. ഈ അവസാനം 1-2 എക്സാമുകൾക്ക് നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ശേഷമുള്ള എയ്ഫറിൻ്റെ ഏറ്റവും ആ ഒരു ഫ്ലറിഷിങ് ടൈമിലുള്ള ആ ഒരു ഏറ്റവും വളരെ ഡീറ്റെയിൽ ആയിട്ട് നടന്നിരുന്ന ഒരു ഡിസ്കഷൻ ക്ലബ്ബിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് വിജയകുമാരിയമ്മ.
അപ്പോൾ അന്നത്തെ അല്ലെങ്കിൽ ലൈഫറിൻ്റെ ഡിസ്കഷൻ ക്ലബിലെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളൊരു ടേക്ക്? ആക്ച്വലി ഞാൻ സബ്ജക്റ്റുമായിട്ട് വളരെ ഡെപ്തായിട്ട് പഠിക്കാൻ പറ്റിയത് ആ ഡിസ്കഷൻ ക്ലബിലാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ്, PSC ക്വസ്റ്റ്യൻസ് ഞങ്ങൾ രാവിലെ 5 മണിക്കുള്ള ക്ലബിൽ ഫസ്റ്റ് ജനറൽ പേപ്പർ ഡിസ്കസ് ചെയ്യും. അതിലുള്ള ഡൗട്ട് അതിൽ ആ ലീഡർ നമുക്ക് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവാനും ക്വസ്റ്റ്യൻസിൻ്റെ മോഡലുകൾ മനസ്സിലാക്കാനും നന്നായൊരു കോൺഫിഡൻറ്റ് ലെവൽ കീപ്പ് ചെയ്യാനും നമുക്ക് ആ ഡിസ്കഷൻ ക്ലബ് കൊണ്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് പേപ്പറിനും അവർ ക്ലാസ്സുകൾ, ഡിസ്കഷൻ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് ഒരുപാട് ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡിസ്കഷൻ ഗ്രൂപ്പ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. അത് കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ ഉപകാരപ്രദമായൊരു മെത്തേഡ് തന്നെയാണ്. മുമ്പ് ചോദിച്ച ചോദ്യങ്ങളെല്ലാം കൂടി സമ്മറൈസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ എക്സാം എഴുതുന്ന കുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഞാൻ എണ്ണി പറയണം. ഒന്ന്, അവരൊരുപാട് തവണ പഠിച്ചിട്ടും അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ 2 or 3 തവണ അവർ തോറ്റത് കൊണ്ട് തന്നെ, അവർ എക്സാം ക്വാളിഫൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ ഭയങ്കരം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാണ്, അല്ലെങ്കിൽ അവർ ഡീമോട്ടിവേറ്റഡ് ആയിട്ടാണ് അവരുള്ളത്. അവർക്ക് ഓർമ്മ കുറയുന്ന പോലെയോ അല്ലെങ്കിൽ മുമ്പുള്ള പോലെ പഠിക്കാൻ പറ്റാത്തതിൻ്റെയോ കൺഫ്യൂഷനുകളാണുള്ളത്. ഒരുപാട് തവണ എക്സാം എഴുതിയത് കൊണ്ട് തന്നെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. എന്നാലും ഇവരുടെയൊക്കെ ഉള്ളിൽ എന്നുള്ളത് ബേസിക്കലി ഈ എക്സാം ക്വാളിഫൈ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇവരോട് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? അവർക്ക് റിവൈസ് ചെയ്ത് റിപ്പീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോസസ്സിനും നമുക്ക് നമ്മുടെ ഗോളിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എൻ്റെ വിശ്വാസം അത് തന്നെയാണ്. നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ വീട്ടിൽ അറിവുണ്ടാവുകയും എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ കോൺഫിഡൻസ് അതിൽ ഉയരുകയും ചെയ്യും. അതുപോലെ ഏജ് നമ്മളെ വന്നറിയുകയും ബ്രേക്ക് നമ്മളുടെ പഠനത്തെയും ബാധിക്കുകയില്ല എന്ന് ഉള്ളൊരു മെസ്സേജാണ് എനിക്ക് എല്ലാവർക്കും തരാൻ. മിസ്സായിട്ടൊരു ക്വസ്റ്റ്യനാണ്. സാധാരണ നമ്മുടെ സ്റ്റുഡൻസൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൺസേൺ, ഞാൻ 2-3 തവണ അറ്റംപ്റ്റ് ചെയ്തു, എനിക്കൊരു 35 വയസ്സൊക്കെ ആയി, അപ്പോൾ ഞാൻ ഇപ്പോഴും ഈ ഒരു പ്രായമായിട്ടും ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പാർട്ട്ണറുടെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ട്, ഫാമിലിയിൽ നിന്ന്, ഇൻലോസിൻ്റെ അടുത്തു നിന്നുണ്ട്, നാട്ടുകാരുടെ അടുത്തു നിന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ബാക്കിയുള്ളവർ അറിയുകയും അവരതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം വിജയകുമാരിയും 67 വയസ്സായിട്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. 2, ഇപ്പോഴും ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എങ്ങനെ കവർ ചെയ്യണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിന് തീരുമാനം എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം ഏതൊരു കാര്യത്തിന് നമ്മൾ ഇടപെടുമ്പോൾ ഇതിന് എൻ്റെ അഭിപ്രായം ഉണ്ടാവും. പുറത്തുനിന്നൊരു അഭിപ്രായം ഉണ്ടാവും, വീട്ടിൽ നിന്നൊരു അഭിപ്രായം ഉണ്ടാവും, നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് അഭിപ്രായം ഉണ്ടാവും. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ, നമ്മളുടേതായ വഴികൾ, നമ്മൾ എത്തിച്ചേരേണ്ട ഗോളുകളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്, അതിന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെയാണ്. അപ്പം മറ്റുള്ളവരുടെ സജഷൻസിന് അല്ലെങ്കിൽ അവരുടെ പരാതികളെ, പരിഭവങ്ങളെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക, അതിലേക്ക് നമ്മൾ വളർന്നെടുക്കുക. തീർച്ചയായും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക. എങ്കിൽ നമുക്കതെല്ലാം നേടിയെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും ഇതിന് ട്രൈ ചെയ്യുന്നത് എനിക്ക് നീറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിലാണ്. അതിന് ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിൽ തന്നെ ആദ്യത്തെ ചോദ്യം ഒന്നുകൂടി, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിജയകുമാരി നമുക്ക് ഉണ്ടായിരുന്നു? അതായത് ഈ പ്രായമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചുറ്റുവട്ടത്തിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ പേരെടുത്ത് ഞാൻ ഇത് പറയാറില്ല പഠിക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്തുള്ള എൻ്റെ മക്കളും അവർക്കൊക്കെ അറിയായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് ഞാൻ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവാണ്. അപ്പം അത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മറ്റുള്ള ആളുകളോടും പറയാനുള്ളത്. അവസാന ചോദ്യമായിട്ടുള്ളത്, 67 വയസ്സ്, കേരളത്തിൻ്റെ പ്രായം, 6 തവണ അറ്റംപ്റ്റ് ചെയ്തു, ഇനി എത്രത്തോളം ഈ പരീക്ഷ ചെയ്തു, എപ്പോഴാണ് ഇത് നിർത്തുന്നത്? ഞാനിത് കിട്ടണ വരെ എഴുതാമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കണ്ണും എൻ്റെ ശരീരവും എൻ്റെ ഓർമ്മയും അതിന് എന്നോടൊപ്പം ഉണ്ടാവും, ഈശ്വരനും കൂട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിശ്വാസം. ഓക്കെ, താങ്ക് യു.